എല്ലാവർക്കും പ്രീ ബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 15-ാം തീയതിയാണ്, വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ വിഷു ആശംസകൾ തരാണ്. ഹാപ്പി വിഷു. ഓക്കെ, നമ്മൾ വിഷു ആയതുകൊണ്ട് നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് 10ാം ക്ലാസ് ഏറ്റവും അടുത്തതായിട്ട് നമ്മൾക്ക് മാത്സ് 80 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ബേസുകൾ അറിഞ്ഞില്ലെങ്കിൽ വിടും. അപ്പോൾ ഇന്ന് ബേസിക് സീരീസ് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തതാണെങ്കിൽ അതൊന്ന് പോയി കാണുക. കാരണം അതിൽ നമ്മൾ ഏറ്റവും ബേസായിട്ടുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും ബേസായ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പോളിനോമിയൽസിനെ പറ്റി പറയുന്നതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് പറയുക കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച്, അഥവാ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം, 9ാം ക്ലാസ്സിൽ 14ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ആ ഒരു കാര്യമാണ് നമ്മളിന്ന് SLCയിലേക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന SLC ബേസാണ്. SLC മാത്സിൻ്റെ എക്സാം 80 മാർക്കിൻ്റെയാണ്. നിങ്ങൾക്ക് 80-ൽ 72 വാങ്ങണം. 80-ൽ 72 എങ്കിലും വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് A+ എന്ന ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് A ആണ് കിട്ടുക, അല്ലേ? നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ 14ാമത്തെ ചാപ്റ്ററായിരുന്നു 9ാം ക്ലാസ്സിൽ. ഓക്കെ ആണോ? സെറ്റാണോ? നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞത്? 71 × 80. 71 × 81. ഇത് ഇവിടെ പറഞ്ഞേക്കണം നേരിട്ട് ഗുണിക്കാതെ കണ്ടുപിടിക്കും. നേരിട്ട് ഗുണിക്കാതെ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് ഒന്ന് ഗുണിച്ച് നോക്കാം. ഇങ്ങനെ ഗുണിച്ച് നോക്കാം. ഒരു മിനിറ്റ്. എന്തുണ്ടെങ്കിലും ആദ്യം നേരിട്ടൊന്ന് ഗുണിച്ച് നോക്കാം. ഇവിടെ 1, ഇവിടെ 15, ഇവിടെ 7, 570, 51. അപ്പോൾ ഇവിടെ ശരിക്കും ആൻസർ 5751 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നേരിട്ട് ഗുണിക്കാതെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. ഓക്കെ, കിട്ടി. ഇനി നമുക്ക് നേരിട്ട് ഗുണിക്കാതെ കണ്ടുപിടിക്കണ്ടേ? നേരിട്ട് ഗുണിക്കാതെ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ 71 ഇല്ലേ, നമ്മളെ ഇവിടുത്തെ 71, ഈ 71-നെ നമുക്ക് 70 + 1 എന്ന് എഴുതാം, ഇല്ലേ? അഥവാ 70-നോട് 1 കൂട്ടുമ്പോഴാണ് നമുക്ക് 71 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 71-നെ നമുക്ക് 70 + 1 എന്ന് എഴുതാം. അപ്പോൾ ഈ 81-നെ അതേപോലെ തന്നെ നമുക്ക് 80 + 1 എന്ന് എഴുതിക്കൂടെ? ഇതിൻ്റെ ഇടയ്ക്ക് എന്തിടണം? ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ നമുക്ക് എന്തിടാം? 81-നെ 80 + 1 എന്ന് എഴുതാം. സെറ്റല്ലേ? ഇനി അങ്ങോട്ടും ഗുണിച്ചാൽ മതി. എങ്ങനെയാ? ഈ 70-നെ 80 കൊണ്ട് ഗുണിക്കുക. ഇങ്ങനെ ഗുണിക്കുക. അപ്പോൾ അതെ എങ്ങനെ വരും? 70 × 80 അടുത്തത് ഈ 70-നെ ഈ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 70 × 1 പിന്നെ ഈ 1-നെ ഈ 80 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 × 80 ഈ 1-നെ ഈ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 × 1 സെറ്റല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും കൂട്ടും. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ എന്തായാലും എന്താണ്? 7 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56. അപ്പോൾ ഇവിടെ 2 0 ഇല്ലേ? അപ്പോൾ 56,000 പ്ലസ്
ഇവിടെ 70 × 1 70 പ്ലസ് 80 × 1 80 ലാസ്റ്റ് 1 × 1 1. സെറ്റല്ലേ? എങ്ങനെയാ? 70 × 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 7 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56ആണ്. അപ്പോൾ ഇവിടെ 2 0 ഉണ്ട്. അപ്പോൾ 56,000. 5600. എന്തൊക്കെയാണല്ലേ ഒരാൾ പഠിക്കാൻ നോക്കൂ. പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതാവില്ല. ഓക്കെ, അപ്പോൾ 70 × 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5600. അത് കഴിഞ്ഞിട്ട് 70 × 1 എന്ന് പറഞ്ഞാൽ 70, 80 1 × 80 എന്ന് പറഞ്ഞാൽ 80, 1 × 1 1. സെറ്റല്ലേ? ഇത്രയും സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചെറിയ നമ്പറുകൾ ഏതാണ്? ഒരു വലിയ നമ്പർ ഉണ്ടാവും, കുറച്ച് ചെറിയ നമ്പറുകളുണ്ട്. ഇവിടെ ചെറിയ നമ്പർ ഇത്രയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും പ്ലസ് ചെയ്യാം. ഇവിടെ പ്ലസ് ആണല്ലോ, ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക, ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇത്രയും ഭാഗം ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ പ്ലസ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഇത് രണ്ടും 15 ഓക്കെ 151 വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 5600 പ്ലസ് 151. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടേക്ക് ഇതിനെ ഇങ്ങോട്ട് ചേർക്കുക. ഇതിനെ കൂട്ടുക. ഇതിനെ കൂട്ടിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 5100 ഇങ്ങോട്ട് വരുമ്പോൾ 700 ആവും. പിന്നെ 51 അങ്ങനെ ആയിരിക്കും. 5751. നമ്മൾ നേരിട്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ നമ്പർ 5751. നമ്മൾ നേരിട്ട് ഗുണിക്കാതെ കണ്ടുപിടിച്ചതും 5751. കറക്റ്റല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി, നേരിട്ട് ഗുണിക്കാതെയും നമുക്ക് നമ്പറുകൾ കണ്ടുപിടിക്കാം. ഇത്ര സെറ്റായില്ലേ? അഥവാ നമുക്ക് ഇതേപോലത്തെ ഐഡൻറ്റിറ്റികൾ വെച്ചിട്ടും നമുക്ക് നേരിട്ട് ഗുണിക്കാതെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നാൽ ഇതിൻ്റെയും കൂടി ആൻസർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എഴുതിക്കുക. ഇതിനെ നമുക്ക് നേരിട്ട് ഗുണിച്ച് നോക്കാം. ആദ്യം നേരിട്ട് ഗുണിച്ച് നോക്കാം. 62 × 70. ഓക്കെ, കുറച്ച് മേളിലേക്ക് കയറ്റി വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ താഴത്തേക്ക് വരുമ്പോഴേക്ക് സ്ഥലമുണ്ട്. എല്ലാ സിസ്റ്റം വരുമ്പോൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരും. അതായ 2 × 2 4 43 വരും. 4464. കൊള്ളാലോ, ഒരു 6 മാത്രം നടുക്ക് വന്നുള്ളൂ. അത് ഫുള്ളായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ? ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മൾ നേരിട്ട് ഗുണിച്ചപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇനി
ഇനി നമുക്ക് നേരിട്ട് ഗുണിക്കാതെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 62-നെ നമുക്ക് എന്താക്കാം? 60 + 2 എന്നാക്കാം. ആക്കിക്കൂടെ? 60 + 2 എന്നാക്കാം. അപ്പോൾ നമുക്ക് ഈ 72-നെ നമുക്ക് എന്താക്കാം? 70 + 2 എന്നാക്കാം. 62-നെ 60 + 2 എന്നും 72-നെ 70 + 2 എന്നാക്കി. ഓക്കെ ആണോ? സെറ്റല്ലേ? സെറ്റാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക. അഥവാ 60-നെ 70 കൊണ്ട് ഗുണിക്കുക, പ്ലസ് പിന്നെയും 60-നെ 2 കൊണ്ട് ഗുണിക്കുക, പിന്നെ 60-നെ 2 കൊണ്ട് ഗുണിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുക? 2-നെ 70 കൊണ്ട് ഗുണിക്കുക. ലാസ്റ്റ് 2-നെ 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ ആണോ? സെറ്റല്ലേ? ഇപ്പം എന്താ നമ്മൾ ചെയ്തത്? 60-നെ ആദ്യം 70 കൊണ്ട് ഗുണിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 60-നെ 2 കൊണ്ട് ഗുണിക്കുക. ഇത് 2-നെ 70 കൊണ്ട് ഗുണിക്കുക, പിന്നെ 2-നെ 2 കൊണ്ട് ഗുണിക്കുക. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുയി ചെയ്തു. സെറ്റല്ലേ? ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? എന്നാൽ ഇനി 60-നെ 70 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 40. അപ്പോൾ നമ്മൾ 6 × 7 എത്രയാണ്? 42. അതിൻ്റെ കൂടെ ഈ 2 0 ഇട്ട് കൊടുത്താൽ പോരെ? 2 0 ഇടുമ്പോൾ 4200 പ്ലസ് 60 × 2 120 60 × 2 120 പ്ലസ് 60 × 70 2 × 70 140 പ്ലസ് 4. ഇങ്ങനെ വന്നില്ലേ? ഇത്ര സെറ്റല്ലേ? ഇത്രയും സെറ്റല്ലേ? പിന്നെ അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ നമ്പേഴ്സ് ചെയ്താൽ ഇത് തൊട്ട് ഇതുവരെ ഇത്ര ആദ്യം കൂട്ടുക. അഥവാ 120 140 4 ഇത് ഇത്രയും കൂട്ടുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോട് പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 120 140 എത്രയാ? 100 ഇപ്പോൾ 160 61 അല്ല 65 ഒരു മിനിറ്റ് 64. ഓക്കെ, 164 ആവും ഇത്ര. അപ്പോൾ എന്ത് ചെയ്യുക? 4200 പ്ലസ് 164. ഓക്കെ, ഇനി കൂട്ടാനൊരു ഇതുമില്ലല്ലോ. ഇതിനെ ഇങ്ങോട്ട് കൂട്ടും 300 ആവും. അപ്പോൾ 4364. പിന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എവിടെയോ എന്തോ തകരാറ്. 100 അല്ല കേട്ടോ, ഇവിടെ 200 ആണ്. ഞാൻ ഈ 100 ഇതാക്കിയില്ലല്ലോ, 200. അപ്പോൾ 200 ആകുമ്പോൾ 400. ശരിയല്ലേ? ഒരു തെറ്റാർക്കും പറ്റും. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റില്ലേ? അതേപോലെ ഏത് അധ്യാപകനും ഒരു തെറ്റ് പറ്റും. ഓക്കെ, ഞാൻ ഇവിടുത്തെ ഈ ഒരു ഒന്നും മാറിപ്പോയി. ഓക്കെ, അപ്പോൾ ശരിയായില്ലേ? അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസറും ഈ കിട്ടിയ ആൻസറും ശരിയല്ലേ? ഇവിടെ കിട്ടിയ ആൻസറും ഈ കിട്ടിയ ആൻസറും ശരിയല്ലേ? അപ്പോൾ നമുക്ക് നേരിട്ട് ഗുണിക്കാതെയും ഐഡൻറ്റിറ്റി വെച്ചിട്ട്, ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് എന്താ ആൻസർ കണ്ടുപിടിക്കുക. സെറ്റല്ലേ? അന്ന് നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്ത് ഇതേപോലത്തെ ഒരു 2 ചോദ്യം കൂടി ഉണ്ടല്ലോ. ഓക്കെ, അതുപോലത്തെ ഒരു 2 ചോദ്യം കൂടി ഉള്ളൂ. ഇതും കൂടി ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോളിനോമിയൽസ് ആയിരിക്കും. കാരണം പോളിനോമിയൽസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 9-ലാണെങ്കിൽ നിങ്ങൾക്ക് പോളിനോമിയൽസ്
കുറച്ചും കൂടി ആവശ്യമായിരുന്നു. 10ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പോളിയോമേറ്റ്സ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതിൻ്റെ ബേസൊന്നും ആരും 10ൽ പഠിപ്പിച്ചാറില്ല. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 1400 എന്താണ്? 2 എണ്ണൽ സംഖ്യകളുടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങളുടെ ബേസ് സീരീസ് നമ്മുടെ ബേസ് സീരീസ് പാർട്ട് 1 കണ്ടവർക്ക് അറിയാം എന്താണ് ഈ എണ്ണൽ സംഖ്യകൾ. എന്താണ് ഈ എണ്ണൽ സംഖ്യകൾ എന്ന് നമ്മൾ അതിൻ്റെ അത് കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് നമ്മൾ കറക്റ്റായിട്ട് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് SSLCയിൽ മാക്സിമം ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ഇനി തുക 81 അഥവാ ദ പ്രൊഡക്റ്റ് ഓഫ് 2 numbers ഈസ് 1400 ആൻഡ് ഈസ് സം ഈസ് 81. എന്നാൽ ഇവ ഓരോന്നിൻ്റെയും തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. ഇവിടെ എന്താണ് പറഞ്ഞത്? നെക്സ്റ്റ് ടു ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ മലയാളം മീഡിയംകാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചോദ്യം വായിക്കുമ്പോൾ കിട്ടുമ്പോൾ. പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിന് ഇത് വായിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എന്താ പറഞ്ഞാണേ? നെക്സ്റ്റ് ടു ഈച്ച് എന്നാണ്. നെക്സ്റ്റ് ടു ഈച്ച് ഇത് ചിലപ്പോൾ എന്ത് നെക്സ്റ്റ് ടു ഈച്ച് എന്ന് വിചാരിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ 2 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഖ്യ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംഖ്യകൾ എന്ന് എടുക്കുന്നത് എന്തായിരിക്കും? സംഖ്യകൾ എന്ന് പറഞ്ഞെടുക്കുന്നത് എക്സ് എന്നും വൈ എന്നും ആയിരിക്കും. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ഇവിടുത്തെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് അഥവാ ഗുണനഫലം എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഗുണനഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/y xy = 1400 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താ? സമ്മ് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടുത്തെ സം തന്നിട്ടുണ്ട്. സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക അഥവാ x + y = 81 പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്പേഴ്സാണോ? അല്ല, നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക. ഇപ്പോൾ നമ്മൾ 1 എന്ന് പറഞ്ഞൊരു നമ്പർ എക്സാമ്പിളായിട്ട് 1 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. ഇതിനോട് എത്ര കൂട്ടിയാലാണ് അടുത്ത എണ്ണൽ സംഖ്യയായ 2 കിട്ടുന്നത്? ഇതിനോട് എത്ര കൂട്ടണം? 1 കൂട്ടണം അല്ലേ? അഥവാ 1 എന്ന ഒരു എണ്ണൽ സംഖ്യയോട് 1 കൂട്ടിയാൽ മാത്രമാണ് 2 എന്ന അടുത്ത സംഖ്യ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് 2 എന്ന എണ്ണൽ സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് 3 എന്ന അടുത്ത എണ്ണൽ സംഖ്യ കിട്ടുക? 1. അപ്പോൾ ഏതൊരു നമ്പറിനോടും ഏതൊരു സംഖ്യയോടും 1 കൂട്ടിയാൽ മാത്രമാണ് അടുത്ത എണ്ണൽ സംഖ്യ കിട്ടുള്ളൂ എന്ന് ഇപ്പോൾ നമുക്ക് ഇതിലൂടെ മനസ്സിലായി. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ എക്സ് എന്ന എണ്ണൽ സംഖ്യയോടെ 1 കൂട്ടിയാലല്ലേ മക്കളെ അടുത്ത നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? x+1 എന്ന് എഴുതി. ഇനി y, അതേപോലെ തന്നെ y എന്ന എണ്ണൽ സംഖ്യ 1 കൂട്ടിയാലാണ് അടുത്ത നമ്പർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു?
എന്താണ് y+1. ഇതിലിനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നും ചെയ്യണില്ല. ഇതിനോട് ഇത് ഗുണിക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഈ എക്സിനോട് y ഗുണിക്കുക. എന്താണ് ഈ എക്സിനോട് y ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? xy എന്ന് കിട്ടും. പ്ലസ് ഞാൻ ഇങ്ങനെ ഇത് കാണിക്കാം, x × y. ആദ്യം ചെയ്യേണ്ടത് x × y ചെയ്യുക. പ്ലസ് എക്സിനെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ x × 1. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 × y വരും. അഥവാ ഈ ഒന്നിനെ ഇതുകൊണ്ട് ചെയ്യുക, ഈ ഒന്നിനെ ഇതുകൊണ്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് വരുന്നത് 1 × 1. ഓക്കെ ആണോ? സെറ്റാണോ? അഥവാ ഈ എക്സിനെ ആദ്യം y കൊണ്ട് ഇൻറ്റു ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ എക്സിനെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക അഥവാ ഗുണിക്കുക. അടുത്തത് ഈ ഒന്നാണ്. അടുത്തത് ഈ ഒന്നിനെ ഈ y കൊണ്ട് ഇൻറ്റു ചെയ്യുക. അടുത്തത് ഈ ഒന്നിനെ ഈ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സെറ്റല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് എന്താ തന്നെ? xy + x + y + 1. ഇത്രയും വരും. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ആൾജിബ്രിക്കലി ഇതാണ് ഇതിൻ്റെ ആൻസർ. ആൾജിബ്ര വഴിയുള്ളതാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇവിടെ എന്താ, നമുക്ക് നമ്പേഴ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ നമ്പേഴ്സ് കാണണം. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് കാണണമെങ്കിൽ നമുക്ക് മെയിൻലി ഈ 2 സാധനങ്ങളെ വേണം. കാരണം ഇത് വെറുതെ തന്നിരിക്കണേ അല്ല, ഇത് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നേക്കണേയാണ്. ഓക്കെ സെറ്റല്ലേ? അപ്പോൾ ഇനി നോക്കുകയോ. ഇനി എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഇവിടെ ചെയ്യാം. ഓക്കെ, ഇത് വേണം. പിന്നെ നമുക്ക് ഇത് ഇത്രയും വേണം. ഓക്കെ, ഇനി നോക്കി ഇവിടെ xy ഉണ്ട്. ഇപ്പോൾ xy ഇവിടെ ഇല്ലേ, ഇതിനെ ഇങ്ങോട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് ഈ xy ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ xy എന്ന് പറയുന്നത് എന്താണ്? 1400. ഓക്കെ, സെറ്റാണ്. ഇനി ഇവിടെ പറയുന്നത് x + y 81. ഇവിടെ x + y ഇല്ലേ, അപ്പോൾ എന്താണ്? +81 + 1. അപ്പോൾ ആദ്യം ഞാൻ പറയാണ്, ഇത്ര ഒന്ന് കൂട്ടുക. ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കൂട്ടാൻ വലിയതൊന്നും ഇല്ലല്ലോ, അഥവാ 2 നമ്പറുള്ളൂ. അപ്പോൾ 81 ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 82. അപ്പോൾ ലാസ്റ്റ് ആൻസർ 1482. 1482. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 1482. സെറ്റ്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ ഒരു ആൻസറും കൂടി ചെയ്തിട്ട് നമ്മൾ നിർത്തുകയാണ്. ചിലപ്പോഴായിട്ട് ഇത് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ, ഇത് പാർട്ട് 1 അല്ലേ? അല്ല, ഇത് പാർട്ട് 2 ആണല്ലോ. ഇപ്പോൾ തന്നെ ഒരു 24 മിനിറ്റ് എന്തോ ആയി. വലുതായിട്ട് ലോങ്ങായിട്ട് കൊണ്ടുപോകണ്ടല്ലോ, നമ്മുടെ ബേസിക് അല്ലേ. നിങ്ങളുടെ വിശേഷങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് വാരി നിറയട്ടെ എന്ന് പറയൂ. വിഷുവായിട്ട് എന്താണ് പരിപാടി? മിക്കവാറും ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് പിന്നെ ചെയ്യാവേ. അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും, പക്ഷെ ഒന്നുകൂടി അറിയാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ബേസായിട്ട് പഠിക്കാൻ. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621.
ഇതിലാണ് നിങ്ങൾ പെടാൻ പോകുന്നത്. ഇതിനെക്കാട്ടും മുമ്പ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ്. ഇവിടെ എന്താണ്? രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 1601 1261. സമ്മ് 110 അഥവാ തുക 110. എന്നാൽ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ജസ്റ്റ് ആഫ്റ്റർ ഈച്ച് അഥവാ അവയുടെ തൊട്ടടുത്ത ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ഇവിടെ എന്താണ് പറഞ്ഞാണ്? തൊട്ടടുത്ത ഈവൻ നമ്പറിൻ്റെ അഥവാ ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? എന്തായിരിക്കും? ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധയോടെ കേൾക്കുക. ഇപ്പോൾ ഒന്നെന്ന അത് വേണ്ട, നമ്മൾ ഇരട്ട സംഖ്യയിൽ എടുക്കണം. 2 എന്ന ഒരു ഇരട്ട സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് അടുത്ത ഇരട്ട സംഖ്യയായ 4 കിട്ടുക? ഒരു പറയൂ. 2 കൂട്ടണം, അതെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനിയൊരു കാര്യം പറയട്ടെ. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ. എക്സ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഇതാണ് വായിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എടുക്കുന്നത് 2 ഒറ്റ സംഖ്യകളാണ്. നമ്മൾ ഗുണിക്കാൻ വേണ്ടി എടുക്കുന്ന ഒറ്റ സംഖ്യകളാണ്. അഥവാ നമ്മൾ നമ്പർ, ഇപ്പോൾ നമുക്കിവിടെ നമ്പർ ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്പേഴ്സ് എന്ന് എഴുതുകയാണ്. നമ്പേഴ്സ് അഥവാ സംഖ്യകൾ ഏതൊക്കെയാണ്? നമ്മൾ എക്സ് എന്നും വൈ എന്നും എടുക്കും. അപ്പോൾ ഇവർ പറയാണ് ഈ എക്സും വൈയും എന്താണ്? ഒറ്റ സംഖ്യയാണ്. ഈ എക്സും വൈയും ഒറ്റ സംഖ്യയാണ്. ഈ ഒറ്റ സംഖ്യ ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഇതിനോട് 1 കൂട്ടിയ കഴിഞ്ഞാലാണ് 2 കിട്ടുക, അല്ലേ? അപ്പോൾ ഇവിടെ 1 എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനോട് എത്ര കൂട്ടിയാലാണ് അടുത്ത ഈവൻ നമ്പർ കിട്ടുക? 2 എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഈവൻ നമ്പറാണല്ലോ. അത് എത്രാമത്തെ ഇതാണ് കിട്ടുക? 1 കൂട്ടുമ്പോൾ, അല്ലേ? ഇനി ഓക്കെ 3 എന്ന ഒരു ഒറ്റ സംഖ്യയോട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇരട്ട സംഖ്യയായ 4 കിട്ടണമെങ്കിൽ എത്ര കൂട്ടണം? 1 കൂട്ടണം, അല്ലേ? അപ്പോൾ എക്സിനോട് എത്ര കൂട്ടിയാലാണ് എന്ത് കിട്ടുക? തൊട്ടടുത്ത നമ്പർ കിട്ടുക. എക്സ് എന്ന് പറഞ്ഞ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഒറ്റ സംഖ്യയോട് ഒരു 1 കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അടുത്തുള്ള നമ്പർ കിട്ടുള്ളൂ. അതേപോലെ തന്നെ വൈയിനോട് 1 കൂട്ടിക്കഴിഞ്ഞാലാണ് അടുത്തുള്ള നമ്പർ കിട്ടുക. സെറ്റല്ലേ? സെറ്റാണ്. ഇനി ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ട് എഴുതാം. ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട്. അല്ല, ആദ്യം പ്രോഡക്റ്റ് എഴുതാം. നമുക്ക് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. ഗുണനഫലം എത്രയാണ്? 1261. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് സമ്മാണ്. തുക 110. ഓക്കെ, സെറ്റല്ലേ? എന്നാൽ ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എപ്പോഴും തലയിലുണ്ടാവണം. ഓക്കെ, ഇതിനെ എക്സിനെ വൈ കൊണ്ട് ചെയ്യുമ്പോൾ XY പ്ലസ് ഈ എക്സിനെ ഈ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഈ 1നെ വൈ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ വൈ പ്ലസ് 1നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1. ഈ ഒരു ആൻസർ നിങ്ങളുടെ തലമണ്ടയ്ക്കകത്ത് എപ്പോഴും കാണണം.
കാരണം അതിനോട് ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഇതിനോട് ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ അത് അതാണ്, അങ്ങനെയാണെന്ന് നിങ്ങളുടെ തലമണ്ടയിൽ നിങ്ങൾ തന്നെ ഉറപ്പിച്ച് വെക്കണം. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന്. സെറ്റാണെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി ഇടും. ഹാർട്ട് ഇമോജി ഒരു മഞ്ഞ ഹാർട്ട് ആയിക്കോട്ടെ, ഒരു മഞ്ഞ ഹാർട്ട് ആയിക്കോട്ടെ. മഞ്ഞ ഹാർട്ടിന് കളറടിക്കും. അപ്പം ഞാൻ കളറടിച്ച് തീർന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും ഇടണേ. ഓക്കെ, മാക്സിമം നിങ്ങൾ ലൈവ്, നമ്മൾ പ്രീമിയറാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ലൈവ് ആവാൻ വേണ്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. അപ്പോൾ പ്രീമിയർ ഇറക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും അത് തന്നെ കാണാൻ നോക്കുക. കാരണം ഈ നമ്മൾ പിന്നത്തേക്ക് വെക്കുമ്പോൾ ഒരു മടി വരും. നിങ്ങൾക്കൊരു മടി വരും. അപ്പം അതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ 7:30-ക്കുള്ള ലൈവാണ് മാക്സിമം നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ചുമപ്പല്ലല്ലോ. ഓക്കെ, ഒരു വിഷു ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മഞ്ഞയിൽ പിടിച്ചേക്കാണ് എൻ്റെ നടുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ പ്രേമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് വേണ്ടതെന്ന് വിചാരിക്കും. ഓക്കെ, നടുക്കൊരു ഇന്ന് വിഷു അല്ലേ, ഇത് വേണ്ട അല്ലേ, സാറല്ലേ അവിടെ ഇരുന്നാട്ടെ. ഇനി നമ്മളിപ്പോൾ ഇനി ഇതൊന്ന് കോപ്പിയെടുക്കാം. ഓക്കെ, നിങ്ങൾ വാഴ 2 കാണാൻ പോയോ? വെക്കേഷനൊക്കെ അല്ലേ ഇങ്ങനെ പോകുന്നത് കറങ്ങാനൊക്കെ. ഓക്കെ, വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ 7:30-ക്കൊക്കെ ആയിരിക്കും. ചിലപ്പോൾ 7:30-ക്ക് പോലും വീട്ടിൽ കയറില്ല, ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ മാക്സിമം 7:30-ക്കാണ് നമ്മുടെ ലൈവ് എല്ലാം വെക്കുള്ളൂ. കാരണം നിങ്ങൾ രാത്രി പിടിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ രാവിലെ ആണെങ്കിൽ 6 മണിക്ക് എണ്ണീച്ച് ഇരുന്ന് പഠിച്ച്, ചിലവർക്ക് ഉറക്കത്തിലധികം പഠിക്കണം. ഉറക്കത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറില്ല, ഞാൻ ഇപ്പോഴേ പറയും. ഓക്കെ, അപ്പോൾ ആദ്യം XY എത്രയാണ് 1000 എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീച്ച് പഠിക്കണവരെ വെറുതെ പറയണ്ടേ. നിങ്ങൾ ഉറക്കമില്ലാതെ നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ പറയല്ല. നമ്മൾ രാവിലെ എണീച്ച് പഠിക്കണമെന്ന് ഞാനും രാവിലെ എണീച്ച് പഠിക്കാറുണ്ട്. കാരണം പരീക്ഷയുടെ സമയത്ത് നമ്മൾ ഉറങ്ങുമോ മറ്റേ എനിക്കപ്പോൾ മറ്റേ 5-ാം പാതിരയിലെ മറ്റേ ആ ഒരു ഡയലോഗ് ഓർമ്മ മറ്റേ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രാവുകളാണ് ഇനി വരാൻ പോകുന്നത്, എന്താണ് സ്ലീപ്ലെസ് നൈറ്റ്സ്. ഓക്കെ, അത് നിങ്ങൾ SSLC-യിൽ നിങ്ങൾ ഫേസ് ചെയ്യും, ഉറപ്പാണ്. മാക്സിമം പ്രത്യേകിച്ച് പഠിപ്പികൾ, ഞാൻ പഠിപ്പികളെ P എന്ന് വിചാരിച്ചു. ഈ ഉഴപ്പന്മാരെ U എന്നെടുത്തെന്ന് ചോദിച്ചു. ഇതിൻ്റെ മിഡിൽ ആവറേജ് ഉള്ള പിള്ളേരുണ്ട്. ആവറേജിന് നമ്മൾ A എന്നെടുത്തു. ഓക്കെ, ഈ ഉഴപ്പന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. പരീക്ഷ ആയാലും ഞങ്ങളെല്ലാം പഠിച്ച് ഒരു പേടി ഉണ്ടാകും. ഓക്കെ, ഇനി ആവറേജ് പിള്ളേരെന്ന് വിചാരിച്ചു. ഞാനൊക്കെ ആവറേജ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ആവറേജ് പിള്ളേരാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പഠിക്കും, പക്ഷെ പഠിച്ച് ഓർമ്മയില്ല എന്ന് എല്ലാവരോടും പറയും. ഈ ഉഴപ്പന്മാരോട് പറയും. ഇവന്മാരെപ്പോഴും പറയാം ഞാനൊന്നും പഠിച്ചില്ല, ഇവന്മാർ പഠിച്ചില്ല, അത് സത്യമാണ് പറയുന്നത്. ഇവർ പറയണത് വിശ്വസിക്കരുത്. ഇവർ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പഠിക്കും ചിലപ്പോൾ. ഓക്കെ, എന്നാലും മാർക്ക് കുറവ്, ഒരു മിഡിലായിരിക്കും. ഇവർക്ക് മാർക്ക് ഫെയിലായിരിക്കും. ഇവിടെയൊക്കെ ജസ്റ്റ് പാസ്സായിരിക്കും. ഞാനൊക്കെ ജസ്റ്റ് പാസ്സായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്കാർ വിചാരിച്ചത് എന്തായിരുന്നു ഞാൻ പഠിപ്പിയെന്ന് ആൾക്കാർ വിചാരിച്ചത്. ഓക്കെ, ഇനി പഠിപ്പിനെ ഒട്ടും വിശ്വസിക്കും. കാരണം ഇവർ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയണത്, ഞാൻ പഠിച്ചില്ല, അയ്യോ ഞാനൊന്നും പഠിച്ചില്ല, ഞാൻ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വെറുതെ വിട്ട്. അപ്പോൾ നമ്മൾ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വിട്ടാ അപ്പോൾ എല്ലാവർക്കും പാടായിരുന്നില്ലേ. ഇവന്മാർ വിടുന്ന ഏതൊക്കെ ക്വസ്റ്റ്യനാണെന്നറിയോ? ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവന്മാർ വിടുന്ന ഓർ ക്വസ്റ്റ്യനാണ്.
അവിടെയല്ലേ നമ്മൾ പറഞ്ഞ ഉമ്മാർക്ക് 72 കൂടുതൽ മാർക്ക് കിട്ടും, A+ വാങ്ങിച്ചു പോവും. ഉമ്മാർ മാക്സിമം ബിയിൽ കുറയില്ല. എനിക്ക് A ആയിരുന്നു. ഓക്കെ അല്ലേ? പക്ഷെ ഉഴപ്പന്മാരാണെങ്കിലോ ഇതൊക്കെ വിശ്വസിച്ച് അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരങ്ങനെയാടാ, പറ്റിക്കും. ഇവർ രാവിലെ എണീച്ച് പഠിക്കണ്ടേ ഈ പഠിപ്പീസൊക്കെ. ആവറേജ് പിള്ളേർ മാക്സിമം രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കും. ഉഴപ്പന്മാരാണെങ്കിൽ ഇങ്ങനെ കളിച്ചിറക്കും. ഓക്കെ, അപ്പോൾ ഈ SSLCക്ക് നിങ്ങൾ ഉഴപ്പന്മാരാവരുത്. മാക്സിമം പഠിപ്പികളെ പോലെ A+. നിങ്ങൾ പഠിപ്പിയാണെന്ന് ഞാൻ പറയില്ല, മാക്സിമം A+. നിങ്ങൾ ആവറേജ് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ A+ വാങ്ങിച്ചാൽ. എനിക്ക് അത്ര ഉള്ളൂടാ, നിങ്ങൾ A+ വാങ്ങണമെന്നുള്ളൂ. ഓക്കെ, സമയം ഇപ്പോൾ 35 മിനിറ്റായി നമ്മൾ തുടങ്ങിയിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ XY ഉണ്ട്. ഇവിടെ XY എത്രയാ? 1261. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1261 പ്ലസ് ഇവിടെ എന്താ 110 + 1 10 + 1 എന്ന് പറയുമ്പോൾ 111 എന്ന് വരില്ലേ? 111 വരില്ലേ? അപ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിങ്ങളുടെ ചേർത്താൽ 111 ഇവിടെ വരുമ്പോൾ എത്രയായിരിക്കും? 300 ആവും. അവിടെ വരുമ്പോൾ 70 ആവും. ഇവിടെ വരുമ്പോൾ 70. അപ്പോൾ 72. 1372. ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം ചെയ്തത് എത്ര? ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 1372 ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് എന്നും പറയും, ചിലപ്പോൾ ജസ്റ്റ് ആഫ്റ്റർ ഈച്ച് എന്നും പറയും കേട്ടോ. ഇവയുടെ തൊട്ടടുത്ത ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? അപ്പോൾ നമ്മൾ ഇത് ചെയ്യണതിന് മുമ്പേ ഇത് ചെയ്യണം. അപ്പോൾ മാറിപ്പോയേ. അപ്പോൾ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോനെ ഇനി പറയുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഇരട്ട സംഖ്യകളാണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ബി ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഈ ക്വസ്റ്റ്യനാണ് ഇനി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ നമ്മൾ ഇരട്ട സംഖ്യകളാണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പറിനോട് അല്ല, ഇരട്ട സംഖ്യ അല്ലല്ലോ, നമ്മളിനിപ്പോൾ എന്താണ് ഒറ്റ സംഖ്യയാണ് ഉണ്ടാവുക. അപ്പോൾ ഓഡ് നമ്പറിനോട് എത്ര കൂട്ടിയാലാണ് അടുത്ത ഓഡ് നമ്പർ കിട്ടുക? ഒരു ഓഡ് നമ്പറിനോട് അപ്പോൾ നമ്മളിത് X എന്ന് വിചാരിക്കുക. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ X എന്ന് എടുത്തെന്ന് വിചാരിക്കുക. അതിനോട് എത്ര കൂട്ടിയാലാണ് അടുത്ത ഓഡ് നമ്പറായ 3 കിട്ടുക? എത്ര കൂട്ടണം? 2 കൂട്ടണം. അല്ലേ 2 കൂട്ടണ്ടേ? ഇനി 3 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളോട് എത്ര കൂട്ടിയാലാണ് അടുത്ത നമ്പറായ 5 കിട്ടുക? അവിടെയും 2 കൂട്ടണം. അപ്പോൾ ഒരൊറ്റ സംഖ്യയോട് 2 കൂട്ടിയാൽ മാത്രമാണ് എന്ത് കിട്ടുക? അടുത്ത ഒറ്റ സംഖ്യ കിട്ടുള്ളൂ. അപ്പോൾ X എന്ന ഒരൊറ്റ സംഖ്യയോട് നമ്മൾ 2 കൂട്ടണം അല്ലേ? X എന്ന ഒറ്റ സംഖ്യയോട് 2 കൂട്ടണം. അപ്പോൾ X+2 എന്നിടും. X+2 എന്നിടും. അപ്പോൾ വൈക്കാണെങ്കിൽ y ഒരൊറ്റ സംഖ്യ ആണെങ്കിൽ X+2 എന്നിടും. അല്ല, y+2 ഓക്കെ ആണോ? ഇത്ര സെറ്റാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചാടാ, അല്ലെങ്കിൽ ഒരു ഫയർ ഇമോജി ഇടുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണ്ടേ? ഈ എക്സിനോട് ഈ y ഇൻറ്റു ചെയ്യുക, ഈ എക്സിനോട് ഈ 2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് വരും? x ഇൻറ്റു y xy പ്ലസ് 2x ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2x
x×2 എന്ന് പറയുമ്പോൾ 2x. ആരും എക്സ് സ്ക്വയർന്ന് എഴുതി വെക്കും കേട്ടോ, പലവരും എക്സ് സ്ക്വയർന്ന് എഴുതി വെക്കും. ഓക്കെ, ഇനി 2 × y എന്ന് പറയുമ്പോൾ 2y പ്ലസ് 2 × 2 4. ഓക്കെ ആണോ? സെറ്റാണോ? ഇനി അടുത്തത് പറയാൻ പോകുന്നു, ഒന്ന് ശ്രദ്ധിക്കണേ. സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇവിടെ നമുക്ക് ഓക്കെ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1801. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ 110. പക്ഷേ ഇവിടെ എന്താണ്? 2 എക്സും ഉണ്ട്, 2 വൈയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും എന്താണ്? എക്സ് വൈ അതേപോലെ ഇടുക. എന്നിട്ട് ഈ 2 ഇതിനെ പുറത്തേക്ക് ഇതാക്കുക. ഈ 2 മാറ്റിയിട്ട് ഉണ്ടാക്കി പുറത്തേക്ക് ഇടുക. എന്നിട്ട് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ ഇടുക. അപ്പോൾ 2 വൈ, അപ്പോൾ ഇതിനോട് ഇത് ചെയ്യുക, ഇതിനോട് ഇത് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് 2 കിട്ടിയില്ലേ? സെറ്റല്ലേ? 2 കിട്ടിയില്ലേ? അതിന് ശേഷം ഇവിടെ എന്തിടാം? 4 ഇടാം. ശേഷം അവിടെ 4 ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്പർ കൊടുത്ത് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 1061 പ്ലസ് 2 × 110 പ്ലസ് 4, അഥവാ പറയുമ്പോൾ 2024 അല്ലേ? കിട്ടില്ലേ? ഓക്കെ, ബാക്കി ഇവിടെ ചെയ്യാവേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഈ 2 ഇവിടേക്ക് ആക്കുമ്പോൾ 4 ആവും, ഈ 2 ഇവിടേക്ക് ആകുമ്പോൾ 8 ആവും, 5 ആവും. അപ്പോൾ 1485 ബിയുടെ ആൻസർ കിട്ടും. ഓക്കെ ആണോ? സെറ്റാണോ? ബിയുടെ ആൻസർ എന്താ? 1485. 1400 ഓക്കെ, അയ്യോ 1480. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. ഓക്കെ, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ എഴുതിയില്ല. അതെ, സാരല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റ സംഖ്യകളാണെങ്കിൽ 2 കൂട്ടണം അല്ലേ? ഒറ്റ സംഖ്യകളാണെങ്കിൽ 2 കൂട്ടണം. മറ്റേ ഇരട്ട സംഖ്യകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇരട്ട സംഖ്യകളാണെങ്കിൽ നിങ്ങൾ 1 കൂട്ടിയാൽ മതി, അഥവാ അങ്ങനെയായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? എന്നാൽ ഈ ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാവേ. ഇത് കൂടി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഹോംവർക്കായിട്ട് തരാണ്, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ പാർട്ട് 4 എന്ന് പറഞ്ഞ ഒരു ബേസ് സീരീസ് ഉണ്ട്. 5 അഥവാ ഇതിപ്പോൾ 2 ആണല്ലോ. 3 നിങ്ങൾക്ക് പോളിനോമിയൽസ് ആയിട്ട് എടുക്കണം. അപ്പോൾ 5 പാർട്ട് ബേസ് ഉണ്ട്. അതുകൊണ്ട് 4ാമത്തെ പാർട്ടിൽ ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് എടുത്ത സാറായിരിക്കും നിങ്ങൾക്ക് 3rd പാർട്ട് എടുക്കണം. ഞാൻ 2nd പാർട്ടും 4th പാർട്ടും ആയിട്ട് എടുക്കണം. 5th പാർട്ട് ഞങ്ങൾ 3 സാറാണ്. അപ്പം 5ാമത്തെ പാർട്ട് വേറൊരു സാറായിട്ട് എടുക്കണം. അപ്പോൾ എനിക്ക് 2 ക്ലാസ്,
ആദ്യം ഫസ്റ്റ് പാർട്ട് എടുത്ത സാറിന് 2 ക്ലാസ്, ലാസ്റ്റത്തെ സാറിന് 1 ക്ലാസ്, അങ്ങനെ ആയിരിക്കും വേണം. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഒരു സാറ് പഠിപ്പിക്കുന്ന ക്ലാസ്. ലാസ്റ്റത്തെ ക്ലാസ് നിങ്ങൾക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിനെ കുറിച്ചൊരു വിലയിരുത്തലായിരിക്കും. അഥവാ നമ്മുടെ ചാപ്റ്റേഴ്സ് എങ്ങനെയുള്ളതാണ്, നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റേത്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തില്ലേ ആ സാറാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എടുത്ത സാറാണ് പഠിപ്പിക്കുന്നത്. ഓക്കെയാണോ? ഞാൻ ഇതേപോലത്തെ മൾട്ടിപ്ലിക്കേഷൻ, ഐഡൻറ്റിറ്റീസ്, പിന്നെന്താണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ പോലത്തെ ന്യൂ നമ്പേഴ്സ് എടുത്ത് അങ്ങനെ അതേപോലത്തെ ചാപ്റ്റേഴ്സാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണം വെച്ചാലും റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. കാരണം ജൂണിൽ ഈ ചാനൽ നമ്മളൊന്ന് റീഫ്രഷ് ആയിട്ട് റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന് പറഞ്ഞ് ഒരു ചാനലാക്കി ഇത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ SSLCയുടെ വീഡിയോ മാത്രമായിരിക്കും ഇതിൽ വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പുറമെ റീബുക്ക് എഡ്യൂക്കേഷൻ 9, റീബുക്ക് എഡ്യൂക്കേഷൻ 8 എന്ന് പറഞ്ഞ് 2 ചാനലുകൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അനിയന്മാരും ഉണ്ടാവും 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ. അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസ് ക്ലാസ്സും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് വരും. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് വരുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കാണണേ. നിങ്ങൾ ഇവിടെ തന്നെ കാണണം. നിങ്ങൾ എവിടെയും പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെയാണോ? സെറ്റാണെങ്കിൽ ഒരു ഫയർ ഇമോജി വരട്ടെ എല്ലാത്തിലും. ഓക്കെ. അപ്പോൾ നിങ്ങളോട് ഞാൻ വീണ്ടും നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ SSLC മാത്സ് നമുക്ക് പൊളിച്ചെടുക്കണം. പിന്നെ എല്ലാവരോടും നമ്മളൊരു ഹാപ്പി വിഷു പറയുകയാണ്. അപ്പോൾ വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ സൈനിങ് ഔട്ട് ഫ്രം റീബുക്ക് എഡ്യൂക്കേഷൻ SSLC. ഓക്കെ, ഇതൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചു വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം, വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ലിങ്ക് ഒന്ന് താഴെ കൊടുത്തിട്ടുള്ള ഇതിൽ നിങ്ങൾക്കൊന്ന് കയറാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ എഴുതിയ നോട്ട് എഴുതാത്ത നോട്ട്, കാരണം ഇതിൽ നിങ്ങൾ ഞാൻ എഴുതി പഠിപ്പിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എഴുതിയ നോട്ട് മാത്രമായിരിക്കും കിട്ടണത്. ചിലപ്പോൾ എഴുതാത്ത നോട്ടും കിട്ടും കേട്ടോ. അറിയില്ല, എഴുതിയ നോട്ടായിരിക്കും മിക്കവാറും കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പിന്നെ ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് നിങ്ങൾ നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ SSLCയിലെ പാർട്ട് 2 വീഡിയോ, ബേസ് സീരീസ് പാർട്ട് 2 വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നമുക്ക് 48 മിനിറ്റാണ്. ഓക്കെ, 48 മിനിറ്റിൽ നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 2-3 ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായി ചെയ്തു.